ഹരി ഓം, ഞാൻ ചാന്ദിനി, സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംഖ്യകൾ 750 വരെ പഠിച്ചു അല്ലേ? അപ്പോൾ ഇനി സംഖ്യകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുള്ളും പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഒരുവിധമൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ മാത്രം മതി, എന്നാൽ നമുക്ക് വേഗം 1000 എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. 750 എന്ത് പറയും? 50. 750 50 സപ്തശതം, അതുവരായി. അത് കഴിഞ്ഞപ്പോൾ 50 700. ഇനി 751 ആകുമ്പോൾ അറിയാം, 50 സപ്തശതം. അങ്ങനെ 760 വരെ. 60 ആകുമ്പോൾ 60 എന്ത് പറയും? ഷഷ്ടി. അപ്പോൾ ഷഷ്ടി പ്ലസ് അധിക ചേർത്തത് ഷഷ്ടി സപ്തശതം. ഇനി 770 ആണെങ്കിലോ സപ്തതി സപ്തശതം. പിന്നെ 771 സപ്തശതം അങ്ങനെ പോകും. അത് കഴിഞ്ഞ് 780 അശീതി എന്നാണ്. അപ്പോൾ അശീതി പ്ലസ് അധിക സപ്തശതം. അശീത്യധിക സപ്തശതം. പിന്നെ 790 ആണെങ്കിലോ 90 സപ്തശതം. 90ആണ് 90, 90 സപ്തശതം. ഇനി ഇവിടെ എപ്പോഴും 90 വരുമ്പോഴത്തേക്ക് 96 ആണ് ശ്രദ്ധിക്കേണ്ടത്. 6 ഷണ്ണവതി, എല്ലാത്തിനും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഷണ്ണവത്യധിക സപ്തശതം. അത് കഴിഞ്ഞിട്ട് 800 എന്ത് പറയും? 800 ആകുമ്പോൾ അഷ്ടശതം. ഇനി 801 എങ്ങനെയാണ് എഴുതുന്നത്? 1 ഏക പ്ലസ് പിന്നെ ഏക പ്ലസ് അധികം വരേണ്ട. ഏക പ്ലസ് അധിക പിന്നെ എന്താ വരുന്നത്? അഷ്ടശതം. അപ്പോൾ ആ ചേർത്ത് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇത് ആയും കൂടെ ചേർന്ന് ഏകാധിക പിന്നെ അഷ്ടശതം. അപ്പോൾ ഇവിടെയും ഒരു ആയും ആ രണ്ടിടത്തും ആ വരുന്നത്, അപ്പോൾ അവിടെയും ദീർഘം അധികാഷ്ടശതം. അപ്പം ഏകാധികാഷ്ടശതം ഇങ്ങനെ വരും. രണ്ടിടത്തപ്പോൾ ദീർഘം വരുന്നു, സവർണ ദീർഘം വരുന്നു. അപ്പോൾ മനസ്സിലായില്ല? അപ്പോൾ ഏക പ്ലസ് അധിക പ്ലസ് അധികാഷ്ട. അപ്പോൾ അങ്ങനെ ഏകാധിക അഷ്ടശതം. പിന്നെ ദ്വയാധിക അഷ്ടശതം അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് 810 ആണെങ്കിലോ ദശാധികാഷ്ടശതം. അവിടെയും ദീർഘം ദശാധികാഷ്ടശതം. 820 ആണെങ്കിലോ 20 അധിക പ്ലസ് അഷ്ടശതം. 20 830 ആണെങ്കിലോ 30 ആണ് എന്ത്? 30ക്ക്. അപ്പം 830 എങ്ങനെ വരും? 30 അധികം. അപ്പോൾ ചേർത്ത് പറയും 30 അധിക, ഇവിടെ ദീർഘം 30 അധികാഷ്ട ശതം. അടുത്ത 840 ആണെങ്കിലോ 40 ആണ് 40. 40 അധികാഷ്ടശതം. 40 പ്ലസ് അധിക പ്ലസ് അഷ്ടശതം. 40 അധികാഷ്ടശതം. 850 ആണെങ്കിലോ 50 അധികാഷ്ടശതം. 50 അധികാഷ്ടശതം. ഈ രീതിയിലാണ് വരുന്നത്. അടുത്ത 860ക്ക് ഷഷ്ടിയാണ്. അപ്പം ഷഷ്ടി പ്ലസ് അധിക അധിക പിന്നെ അഷ്ടശതം ചേർത്ത് പറയുമ്പോൾ ഷഷ്ട്യധികാഷ്ടശതം. 870 സപ്തത്യധികാഷ്ടശതം. 880 അശീത്യധികാഷ്ടശതം. അശീതിയാണ് 80. അശീതി പ്ലസ് അധിക പ്ലസ് അഷ്ടശതം. അശീത്യധികാഷ്ടശതം. 890 നവത്യധികാഷ്ടശതം. 90ആണ് 90. നവത്യധികാഷ്ടശതം. 900 നവശതം. പിന്നെ വീണ്ടും 910 ആയപ്പോൾ ദശാധിക നവശതം. ഇവിടെ കണ്ട ദീർഘം വരുന്നില്ല ഇവിടെ അല്ലേ? എന്തുകൊണ്ട്? നവശതം ആയതുകൊണ്ടാണ്. നമ്മുടെ അഷ്ടശതം ആകുമ്പോഴാണ് ആ ഇത് വരുന്നത്. സപ്തത്യധികാഷ്ടശതം, ഷഷ്ട്യധികാഷ്ടശതം വരുന്നില്ലേ? ഇവിടെ ദശാധിക നവശതം. 920 ആകുമ്പോൾ 20 നവശതം. 20 പ്ലസ് അധിക 20 നവശതം. 930 30 നവശതം. 30 പ്ലസ് അധിക 30 നവശതം. 940
ചത്വാരിംശദധികനവശതം. ചത്വാരിംശത് പ്ലസ് അധിക ചത്വാരിംശദധികനവശതം. 950ക്ക് 50-നവശതം. 50ക്ക് 50. 50 പ്ലസ് അധിക നവശതം. 50-നവശതം. ഇനി അടുത്തത് 960. 60 എന്ത് പറയും? ഷഷ്ടി. അപ്പം 60-നവശതം. 970 സപ്തത്യധികനവശതം. 70 പ്ലസ് അധിക 70-നവശതം. 980 അശീതിയാണ്. 80 അശീത്യധികനവശതം. അശീതിഹി പ്ലസ് അധിക അശീത്യധിക. ഇവിടെ സപ്തതി ഈ വന്നിട്ട് ആയും ചേർന്ന് ഈയാ വരുന്നത് ഇവിടെ രണ്ടിടത്തും. അതേസമയം ഇവിടെ ഷഷ്ടി പ്ലസ് ഈ അധിക ഷഷ്ടി അധിക അവിടെ അതുപോലെ തന്നെ. അപ്പോൾ 980ക്ക് അശീത്യധികനവശതം. ഇനി 990 ആണെങ്കിലോ 90 പ്ലസ് അധിക അപ്പം 90 അവിടെ ഈ വന്നു. 90-നവശതം. അതുപോലെ 96 ഞാൻ നേരത്തെ പറഞ്ഞു, അത് എപ്പോഴും ഇങ്ങനെ തന്നെ വരുന്നത് ഷണ്ണവധി. 96 വരുമ്പോൾ ഷണ്ണവധിയാണ്. അപ്പോൾ ഷണ്ണവധി പ്ലസ് അധിക നവതി പ്ലസ് അധിക അപ്പോൾ ഷണ്ണവത്യധികനവശതം. അപ്പോൾ ഈ അവസാനിക്ക് ഈ ആയുധം ചേരുമ്പോഴാണ് ഇവിടെ യാ എന്നുള്ള സിമ്പിൾ എപ്പോഴും വരുന്നത്. ഇനി 999 എങ്ങനെ വരും? 999 നവനവതിയാണ് അല്ലേ? നവനവത്യധിക അവിടെ ഈ ഉണ്ട്. നവനവത്യധികനവശതം. അത് കഴിഞ്ഞിട്ട് എന്താ? 1000 എന്ന് പറയുന്നത് സഹസ്രം. അപ്പോൾ സഹസ്രം നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ അറിയാം, കാരണം ഇതുവരെ പഠിച്ചത് അനുസരിച്ച് ബാക്കിയുള്ളത് എഴുതുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം തൊട്ട് ഈ 1000 തൊട്ട് നമുക്ക് പഠിക്കാം. 1000 ആദ്യമൊന്നും പ്രശ്നം കാണില്ല, പിന്നീട് വരുമ്പോഴാണ് കുറച്ച് ഇതായിട്ട് വരുന്നത്. ആദ്യമൊന്നും അത്ര പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.